തുമ്പിക്കൈയിൽ മോദകമേന്തും ഉണ്ണിഗണപതിയേ, ഉദയദിവാകര ചാരുതയോടെ വിളങ്ങും ബാലകനേ. തുമ്പിക്കൈയിൽ മോദകമേന്തും ഉണ്ണിഗണപതിയേ, ഉദയദിവാകര ചാരുതയോടെ വിളങ്ങും ബാലകനേ. ഉണ്ണിക്കൈകൾ നാലും കൊണ്ടേ അനുഗ്രഹിക്കണേ, ഉണ്ണിക്കൈകൾ നാലും കൊണ്ടേ അനുഗ്രഹിക്കണേ. എണ്ണി നമിക്കാമെന്നും ഞാൻ ആ പവിത്രനാമങ്ങൾ, നിന്നുടെ സഹസ്രനാമങ്ങൾ. തുമ്പിക്കൈയിൽ മോദകമേന്തും ഉണ്ണിഗണപതിയേ, ഉദയദിവാകര ചാരുതയോടെ വിളങ്ങും ബാലകനേ. കണ്ണനു നാവിൽ കൊതിയൂട്ടാനായി നിൻ കുരുന്നു കൈകളിൽ ഒന്നിൽ കദളിപ്പഴമുണ്ടല്ലോ. ഗുരുവായൂരെ കണ്ണനു നാവിൽ കൊതിയൂട്ടാനായി നിൻ കുരുന്നു കൈകളിൽ ഒന്നിൽ കദളിപ്പഴമുണ്ടല്ലോ. കരിമ്പു പ്ലാവിൻ കനിയും മാമ്പഴമോരോ കരമതിലായി എടുത്തു നിൽക്കും കോമള രൂപം അടുത്തു കാണേണേ, എന്നുടെ അകത്തിരിക്കേണേ. തുമ്പിക്കൈയിൽ മോദകമേന്തും ഉണ്ണിഗണപതിയേ, ഉദയദിവാകര ചാരുതയോടെ വിളങ്ങും ബാലകനേ. വാഹനമേറി നടന്നീ ലോകം ചുറ്റാതെ, നിന്നുടെ ബുദ്ധി വലം വെച്ചില്ലേ ശിവനെ ശങ്കരിയേ. കുഞ്ഞലി വാഹനമേറി നടന്നീ ലോകം ചുറ്റാതെ, നിന്നുടെ ബുദ്ധി വലം വെച്ചില്ലേ ശിവനെ ശങ്കരിയേ. ഉലകത്തെക്കാൾ വലുതാണമ്മയും അച്ഛനുമെന്നല്ലോ, ഉൾത്താമരയിൽ അങ്ങു കുറിച്ചൊരു ശാശ്വത മന്ത്രങ്ങൾ, പാവന സുഗന്ധ സത്യങ്ങൾ. തുമ്പിക്കൈയിൽ മോദകമേന്തും ഉണ്ണിഗണപതിയേ, ഉദയദിവാകര ചാരുതയോടെ വിളങ്ങും ബാലകനേ. ഉണ്ണിക്കൈകൾ നാലും കൊണ്ടേ അനുഗ്രഹിക്കണേ, എണ്ണി നമിക്കാമെന്നും ഞാൻ പവിത്രനാമങ്ങൾ, നിന്നുടെ സഹസ്രനാമങ്ങൾ. തുമ്പിക്കൈയിൽ മോദകമേന്തും ഉണ്ണിഗണപതിയേ, ഉദയദിവാകര ചാരുതയോടെ വിളങ്ങും ബാലകനേ. തിരുവനന്തപുരം രംഗകല നൃത്തനാടകം ആരംഭിക്കുന്നു. ആശ്രിത വത്സലയും അഭയവരദായിനിയുമായി കുര്യൻവിളയിൽ കുടികൊള്ളുന്ന ഭഗവതിയുടെ പാദാരവിന്ദങ്ങളിൽ പ്രാർത്ഥനയുടെ, വിശ്വാസത്തിന്റെ 1 കോടി പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് രംഗകല അവതരിപ്പിക്കുന്നു ശ്രീ കുര്യൻവിളാമ്മ. പൊന്നും സിംഹാസനത്തിൽ മിന്നും നൽകാന്തിയുമായി
ശ്രീശക്തി ഗണപതിയും ഹരിയും ഹരനും ഹരിഹരസുതനും ഈശ്വരകാലഭൂതത്തോട് ശ്രീ സുബ്രഹ്മണ്യനും നാഗകുടുംബം ചുറ്റി ഗുരുമന്ത്രമൂർത്തിയും യോഗീശ്വരനും ശ്രീ ഹനുമാനുമായി മേവും നടുവിൽ വാഴും വേതാളഖണ്ഡവാഹിനി മിന്നുന്ന തിരുമേനി എന്നിൽ നീ കനിയേണമേ കുര്യൻ വിളയമ്മേ പ്രണാമം പ്രണാമം പ്രണാമം. വൈകുണ്ഠനാഥ, ലോകരക്ഷക, പ്രപഞ്ചത്തിന്റെ പ്രകാശം നിലച്ചതും യാഗകർമ്മങ്ങളും ബ്രഹ്മസൃഷ്ടികളും മുടങ്ങിയതും ത്രിലോകനാഥൻ അറിയുന്നില്ലേ? ദേവകളെ, ഭഗവാൻ യോഗനിദ്രയിലാണ്, ഉണർത്തരുത്. ദേവി, ഭഗവാനെ നിദ്രയിൽ നിന്ന് ഉണർത്തിയില്ലെങ്കിൽ കടലും ആകാശവും ഭൂമിയും ഇല്ലാതാകും, ത്രിലോകങ്ങൾ നശിക്കും. അസുരരാജാവായ ഹയഗ്രീവൻ ലോകം കീഴടക്കും. മഹാദേവി, പ്രപഞ്ച നന്മ പരിപാലിക്കാൻ സാക്ഷാൽ വൈകുണ്ഠേശ്വരനല്ലാതെ മറ്റാരാ ഉള്ളത്? ദേവകൾ എന്തരുൾ ചെയ്താലും ഭഗവാനെ ഉണർത്തില്ല. ദേവകൾ മടങ്ങിപ്പൊയ്ക്കൊള്ളുക. അനന്തശയന്റെ വിവരം ധരിപ്പിക്കാനാ ബ്രഹ്മദേവനും കൈലാസനാഥനും ഞങ്ങളെ ഇങ്ങോട്ട് അയച്ചത്. ലോകരക്ഷയ്ക്കായി ഭഗവാന്റെ പാതാരവിന്ദങ്ങളാണ് ഈ ഉള്ളവർക്ക് ആശ്രയം. ദയവായി ഭഗവാനെ ഉണർത്തി ദേവകളുടെ സങ്കടത്തിന് നിവൃത്തി ഉണ്ടാക്കണം. ദേവകളുടെ ആദിയും വ്യാധിയും നോം മനസ്സിലാക്കുന്നു. പക്ഷേ ഭഗവാനെ ഉണർത്താൻ നോം തയ്യാറല്ല. ഭഗവാൻ യോഗനിദ്ര വിട്ട് ഉണരും വരെ കാത്തിരിക്കുക. അതുവരെ കാത്തിരുന്ന ത്രിലോകം മുടിയും. ലോകനാശകനായി മരിച്ചു വാഴുന്ന ഹയഗ്രീവന്റെ അഹങ്കാരത്തിന് അറുതി വരുത്തേണ്ടത് സാക്ഷാൽ വൈകുണ്ഠനാഥനാണ്. അതുകൊണ്ട് ഭഗവാനെ ഉണർത്തണം. അതിന്റെ ശാപം ഞങ്ങൾ അനുഭവിക്കാം. തിരുവരങ്ങത്തെ പാണനാർ കടുംതൊടി മുഴക്കി ഭഗവാന്റെ നാമസങ്കീർത്തനങ്ങൾ പാടി ഭഗവാനെ ഉണർത്തിയാട്ടെ. അടിയങ്ങളോട് പൊറുക്കണം ഭഗവാനെ. അങ്ങയെ ഉണർത്താതെ മറ്റൊരു പോവഴിയുമില്ലാതിരുന്നതുകൊണ്ടാണ്. ദേവകളുടെ ആഗമന ഉദ്ദേശം നാം അറിയുന്നു.
അസുര രാജാവായ ഹയഗ്രീവൻ ഘോര തപസ്സിലൂടെ നേടിയെടുത്ത തപോബലം കൊണ്ട് ത്രിലോകത്തെ ഭയപ്പെടുത്തുമോ അല്ലേ? പ്രപഞ്ച സൃഷ്ടിക്കായി ബ്രഹ്മദേവൻ കരുതി വെച്ചിരുന്ന വേദങ്ങളായ മൂലഗ്രന്ഥങ്ങൾ ഹയഗ്രീവൻ അപഹരിച്ചിരിക്കുന്നു. നാം വൈകുണ്ഠത്ത് പള്ളികൊള്ളുമ്പോൾ ദേവകളുടെ ഭയം വെറും മിഥ്യയാണ്. വേദങ്ങളുമായി കടലിനടിയിൽ ഒളിച്ചു കഴിയുന്ന ഹയഗ്രീവനെ നാം കണ്ടെത്തും. ധർമ്മ സംസ്ഥാപനം നമ്മുടെ കർമ്മമല്ലേ? ദേവകൾ സന്തോഷത്തോടെ മടങ്ങിപ്പോയിക്കൊള്ളുക. വാണനാരെ, കടുംതുടിമേളം ഒരിക്കൽ കൂടി നമുക്ക് കേൾക്കണം. ഭഗവാനെ, സർവേശ്വര, പഞ്ചമുച്ചമടക്കി നിൽക്കുമ്പോ വരുണ, നമ്മുടെ കോപത്തിന് നീ ഇരയാകരുത്. കടലിളക്കി മറിച്ച് ആരോ വരുന്നുണ്ടല്ലോ. നീ ഒരു സാധാരണ മത്സ്യമല്ല. നിന്റെ അന്തകൻ ഞാനാകണ്ടെങ്കിൽ നമ്മുടെ കൺമുന്നിൽ നിന്ന് പോ. നിന്റെ ഭീഷണി കേട്ട് മടങ്ങി പോകാനല്ല നാം വന്നത്. ബ്രഹ്മദേവനിൽ നിന്നും ബ്രഹ്മവും വേദഗ്രന്ഥവും അപഹരിച്ച് കടലിനടിയിൽ ഒളിച്ചു കഴിയുന്ന നിന്റെ ഈ ദശാസന്ധിയിൽ നിന്നെ തേടി വരണമെങ്കിൽ നാം ആരായിരിക്കണം? ആലോചിക്കുക. നാം അറിയുന്നു സർവരുടെയും ആപൽ ബാന്ധവനെന്ന് പുകഴ്ത്തുന്ന മഹാവിഷ്ണു. മത്സ്യാവതാരം എടുത്തു വന്നത് വേദങ്ങൾ കൊണ്ടുപോകാനാണെങ്കിൽ നമ്മെ യുദ്ധത്തിൽ തോൽപ്പിക്കണം. കഴിയുമോ മഹാവിഷ്ണു? നിന്റെ മരണം അടുത്തെത്തിയ സ്ഥിതിക്ക് പോരിന് നാം
നനവ് കാണുന്നുണ്ട്. എങ്ങനെ കിട്ടിയാ മതിയായിരുന്നു. വൈദ്യന്റെ സ്വപ്നമായി കിണറ്. വെള്ളം കണ്ടോ? ഇല്ല, കാണില്ല. ഇവിടെ കിണർ വേണ്ടെന്ന് ഞാൻ വൈദ്യനോട് പറഞ്ഞതാ. ശാപം കിട്ടിയ മണ്ണായത്. പണ്ട് ചില പ്രമാണിമാര് ശത്രുക്കളെ കൊന്ന് കുഴിച്ചു മൂടിയിരുന്നത് ഇവിടെയാ. രക്തം ഉറഞ്ഞു കിടക്കുന്ന മണ്ണിൽ രക്തമല്ലാതെ വെള്ളം കാണുമോ?